നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പക്ഷേ അത്ര നല്ലൊരു പ്രഭാതമല്ല. വലിയൊരു ദുഃഖവാർത്തയിലൂടെയാണ് ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത്. ഇടുക്കി അടിമാലിക്ക് സമീപം കുമ്പൻപാറയിലെ ദേശീയപാതയിൽ ഇന്നലെ രാത്രി ഉണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾ മരിച്ചിരിക്കുന്നു. മരിച്ച ബിജുവും ഭാര്യ സന്ധ്യയും മണിക്കൂറുകളോളമാണ് മണ്ണിനടിയിൽ കുടുങ്ങിക്കിടന്നത്. സന്ധ്യയെ പരിക്കുകളോടെ രക്ഷപ്പെടുത്താനായി 6 വീടുകൾ ഇപ്പോഴും മണ്ണിനടിയിലാണ്. രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തുടരുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ നോക്കാം. അതിനു മുമ്പ് പ്രധാന തലക്കെട്ടുകളിലേക്ക്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ലക്ഷം വീട് കോളനി ഭാഗത്ത് വൻ മണ്ണിടിച്ചിൽ. ഒരു മരണം. കുമ്പൻപാറ സ്വദേശി ബിജു മരിച്ചത് സിമന്റ് സ്ലാബുകൾക്കിടയിൽപ്പെട്ട്. കാലിന് ഗുരുതര പരിക്കേറ്റ ഭാര്യ സന്ധ്യയെ പുറത്തെടുത്തത് 5 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ. കുമ്പൻപാറയിൽ മണ്ണിടിഞ്ഞു വീണത് 6 വീടുകൾക്ക് മുകളിലൂടെ 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയ ബിജുവും സന്ധ്യയും രാത്രി വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് ഭക്ഷണമുണ്ടാക്കി കഴിക്കാൻ. ദേശീയപാതയ്ക്കായി അശാസ്ത്രീയമായി മണ്ണെടുത്തത് ദുരന്ത കാരണമായെന്ന് നാട്ടുകാർ. LDF-ൽ കീറാമുട്ടിയായി PM ശ്രീ വിവാദം. തിരുത്തണമെന്ന് CPIയും പിന്നോട്ടില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പും കടുത്ത നിലപാടിൽ. പാർട്ടിക്ക് ബോധ്യപ്പെടുന്ന തീരുമാനമുണ്ടായില്ലെങ്കിൽ നാളെ ചേർന്ന നിർവാഹക സമിതിയിൽ സുപ്രധാന തീരുമാനങ്ങളെന്ന് CPI. മുഖ്യമന്ത്രി ഇന്ന് എത്തുന്നതോടെ പ്രശ്നപരിഹാരമാകുമെന്ന പ്രതീക്ഷയിൽ CPM. ഇന്നും നാളെയും ഇടതുമുന്നണിക്ക് നിർണായകം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം നിർണായകം. മഹാസഖ്യത്തിന് ഭീഷണിയായി അസാദുദ്ദീൻ ഒവൈസിയുടെ സാന്നിധ്യം. ഒവൈസി BJPയുടെ കാർഡെന്ന് മഹാസഖ്യം. റൊണാൾഡ് റീഗന്റെ പരസ്യത്തിന് പ്രതികാര നടപടിയായി കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 10% തീരുവ കൂട്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വസ്തുതകളെ ഗുരുതരമായി തെറ്റായി ചിത്രീകരിക്കുകയും ശത്രുതാപരമായ പ്രവൃത്തി നടത്തുകയും ചെയ്തുവെന്ന് എക്സിൽ പോസ്റ്റ്. ട്രംപിനെ ചൊടിപ്പിച്ച താരിഫ് വിരുദ്ധ പരസ്യം പിൻവലിച്ച് ഓന്റിയോ പ്രീമിയർ ഡഗ് ഫോർഡ്. ആസിയാൻ ഉച്ചകോടിക്ക് ഇന്ന് മലേഷ്യയിൽ തുടക്കം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കിരീടം സ്വന്തമാക്കാൻ തിരുവനന്തപുരം. 2ഉം 3ഉം സ്ഥാനങ്ങളിൽ തൃശൂരും പാലക്കാടും. അത്ലറ്റിക്സ് മത്സരങ്ങളിൽ പാലക്കാട് മുന്നിൽ. ഇന്ന് ഷോട്ട്പുട്ട്, ഹഡിൽസ്, ലോങ് ജംപ്, 800 മീറ്റർ എന്നിവയിൽ ഫൈനലുകൾ. ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ലക്ഷം വീട് കോളനി ഭാഗത്ത് രാത്രിയുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾ മരിച്ചു. വീട് തകർന്ന് സിമന്റ് സ്ലാബുകൾക്കിടയിൽപ്പെട്ട ദമ്പതിമാരിൽ ബിജുവാണ് മരിച്ചത്. ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ബോബൻ ചേരുകയാണ്. ബോബൻ, ദുഃഖകരമായൊരു വിവരമാണ്. ഇന്നലെ രാത്രി മുതൽ രക്ഷപ്പെടുത്താനുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? 6 വീടുകൾ മണ്ണിനടിയിലാണ് ഇപ്പോഴും എന്നാണ് അറിയാനാവുന്നത്. എന്താണ് അവിടുത്തെ ഒരവസ്ഥ? മായ, ഇന്നലെ രാത്രി 10:30യോടെയാണ് ഈ ദുരന്തമുണ്ടായത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണത്തിനായി മണ്ണെടുത്തി മാറ്റിയ ഭാഗത്താണ് ഈ അപകടമുണ്ടായത്. കൂമ്പൻപാറയിൽ ഏതാണ്ട് 6 വീടുകൾക്ക് മുകളിലേക്കാണ് മൺതിട്ട ഇടിഞ്ഞു വീണത്. ഇതിൽ 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. 4.5 മണിക്കൂർ നീണ്ട തീവ്ര ശ്രമത്തിനൊടുവിലാണ് പുലർച്ചെ 3 മണിയോടെ ഈ ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ പുറത്തെത്തിക്കാനായത്. ഗുരുതരമായ പരിക്കുകളോടെ ഇവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് ഇവിടെ നിന്ന് കൊച്ചിയിലേക്കും ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. സന്ധ്യയുടെ കാലിന് പൊട്ടലുണ്ടെന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. സന്ധ്യയെ രക്ഷപ്പെടുത്തി വീണ്ടും ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷമാണ് ബിജുവിനെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞത്. പുലർച്ചെ 5 മണിയോടെയാണ് ബിജുവിനെ പുറത്തെത്തിച്ചത്. എന്നാൽ ബിജുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. തകർന്ന വീടിന്റെ കോൺക്രീറ്റ് പാളികൾക്കിടയിലാണ് ബിജു പെട്ടുപോയിരുന്നത്. 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് സ്ലാബ് മാറ്റിയ ശേഷമാണ് ബിജുവിനെ പുറത്തെടുത്തത്. അബോധാവസ്ഥയിലായിരുന്ന ബിജുവിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദേശീയപാതയുടെ നിർമ്മാണത്തിനായി മണ്ണെടുത്തതിനെ തുടർന്ന് ഏതാണ്ട് 50 അടിയിലേറെ ഉയരത്തിൽ ചെരിഞ്ഞ് ഒരു വലിയ കട്ടിങ് രൂപപ്പെട്ടിരുന്നു. ഇതിന് മുകളിൽ അടർന്നു നിന്ന ഭാഗം ഇടിഞ്ഞ് ഈ ദേശീയപാതയ്ക്ക് അടിവശത്തേക്കും താഴെയുള്ള വീടുകളിലേക്കും പതിക്കുകയായിരുന്നു. മണ്ണിടിച്ചിലിൽ 2 വീടുകളാണ് പൂർണ്ണമായും തകർന്നിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇവിടെ മണ്ണിടിച്ചിൽ
ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള 22 കുടുംബങ്ങളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാറ്റി പാർപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് വലിയ ഒരു ദുരന്തം ഒഴിവായത്. ഈ ബിജുവും ഭാര്യ സന്ധ്യയും രാത്രിയോടുകൂടി ഭക്ഷണം കഴിക്കുന്നതിനും വീട്ടിൽ നിന്ന് രേഖകളും മറ്റും എടുത്തു മാറ്റുന്നതിനും വേണ്ടിയാണ് വീട്ടിലേക്ക് എത്തിയത്. ഈ സമയത്താണ് ഇവർ ഹാളിൽ നിൽക്കുമ്പോഴാണ് അപകടമുണ്ടായത്. ഹാളിന്റെ കോൺക്രീറ്റ് ഇടിഞ്ഞ് ഇവരുടെ മുകളിലേക്ക് പതിക്കുകയായിരുന്നു. പിന്നീട് പോലീസും അഗ്നിശമന സേനയും NDRF സംഘവും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തകർന്ന വീടിന്റെ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ കുടുങ്ങിയ അവസ്ഥയിലായിരുന്നു രണ്ടുപേരും. ഈ കോൺക്രീറ്റ് പാളികൾ മാറ്റിയ ശേഷമാണ് ഇവരെ പുറത്തെടുത്തത്. ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള മണ്ണെടുപ്പ് അശാസ്ത്രീയമാണെന്ന് നേരത്തെ തന്നെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് ഇപ്പോൾ വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചതെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. മായ ബോബൻ, ദേശീയപാതയ്ക്കായി അശാസ്ത്രീയമായി മണ്ണെടുത്തത് നേരത്തെയും മറ്റു പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. നാട്ടുകാർ നേരത്തെ അറിയിച്ചപ്പോൾ ഉള്ളൊരു പ്രതികരണം അത് എങ്ങനെയായിരുന്നു? എന്താണ് ഇപ്പോൾ ഈ ധാരണാന്ത്യമൊക്കെ ഉണ്ടായപ്പോൾ നാട്ടുകാർ എന്താണ് ഇപ്പോൾ പറയുന്നത്? മായ, കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഏതാണ്ട് കൂടുതൽ ഭാഗവും വലിയ മൺതിട്ടകളുള്ള പ്രദേശമാണ്. ഇവിടെ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങളും വിവാദങ്ങളും പലതവണ ഉണ്ടായതാണ്. ഈ മൺതിട്ട എടുത്തു മാറ്റുമ്പോൾ ഇത് അപകട ഭീഷണി ഉയർത്തുന്നു എന്ന ആ ഒരു ആക്ഷേപം ദേശീയപാത അധികൃതരോട് നാട്ടുകാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ ഇവരിൽ നിന്ന് കാര്യമായ പ്രതികരണം ഉണ്ടായില്ല. ഈ പാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഇവിടെ വലിയ ഈ മൺതിട്ടയുടെ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് നൽകും എന്നുള്ള ഒരു മറുപടി മാത്രമാണ് ലഭിച്ചത്. എന്നാൽ ഈ വീടുകൾ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കനത്ത മഴയിൽ ഈ ഭാഗത്ത് വലിയ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ദേശീയപാതയോട് ചേർന്ന് അതിന് സമീപ മേഖലകളിലും അടിമാലി മേഖലയിൽ വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. ഈ സമയത്ത് തന്നെ ഇവിടെ താമസിക്കുന്ന ആളുകൾ വലിയ ആശങ്കയിലായിരുന്നു. ഇതേ തുടർന്നാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വീണ്ടും മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ഇവരെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാനും നടപടി ഉണ്ടായത്. എന്തായാലും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ മണ്ണിടിച്ചിലുണ്ടായതും ഇത്ര വലിയ ഒരു ദുരന്തമുണ്ടായതും. നമുക്കറിയാം, ഏതാണ്ട് 22 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു. ഈ മാറ്റി പാർപ്പിച്ചിരുന്നില്ല എങ്കിൽ, ഇവർ മാറിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ദുരന്തം എത്രത്തോളം വലുതാകുമായിരുന്നു എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. എന്തായാലും ഈ ദേശീയപാത അധികൃതരുടെ വലിയ വീഴ്ചയാണ് ഇത്ര വലിയ ദുരന്തത്തിന് ഇടയാക്കിയതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മായ ബോബനാണ് വിവരങ്ങൾ നൽകിയത്. ധനുഷ്കോടി ദേശീയപാതയിൽ ഇടുക്കി അടിമാലി ലക്ഷം വീട് കോളനി ഭാഗത്ത് ഇന്നലെ രാത്രി ഉണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾ മരിച്ചിരിക്കുന്നു. അയാളുടെ ഭാര്യ സന്ധ്യയെ രക്ഷിക്കാനായി ബിജു എന്ന ആളാണ് മരിച്ചത്. ഇപ്പോഴും അവിടെ 6 വീടുകൾ മണ്ണിനടിയിലാണ്. പക്ഷേ അവിടെ ആളുകളില്ല. അവരെ നേരത്തെ ക്യാമ്പിലേക്ക് മാറ്റിയതുകൊണ്ട് വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഒഴിവാക്കാനായി. എന്നിരുന്നാലും ഈ വീടുകൾ മണ്ണിനടിയിലാണ്. അവിടെ അത് പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് എന്നാണ് ബോബൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് വരാം. അതിനു മുമ്പ് മറ്റ് ചില വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. സംസ്ഥാനത്ത് 28-ാം തീയതി വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. കേരള തീരത്ത് 28-ാം തീയതി വരെയും കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 29-ാം തീയതി വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. നാളെ കോഴിക്കോടും കണ്ണൂരും ഓറഞ്ച് അലർട്ടാണ്. LDF-ൽ കീറാമുട്ടിയായി PM ശ്രീ വിവാദം തുടരുന്നു. തിരുത്തണമെന്ന് CPIയും പിന്നോട്ടില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പും കടുത്ത നിലപാടിലാണ്. പാർട്ടിക്ക് ബോധ്യപ്പെടുന്ന തീരുമാനമുണ്ടായില്ലെങ്കിൽ നാളെ ചേരുന്ന നിർവാഹക സമിതിയിൽ മന്ത്രിമാരെ മാറ്റി നിർത്തുന്നതടക്കമുള്ള സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടായേക്കുമെന്ന് CPI മുന്നറിയിപ്പ് നൽകുന്നു. മുഖ്യമന്ത്രി ഇന്ന് എത്തുന്നതോടെ പ്രശ്നപരിഹാരമാകുമെന്ന പ്രതീക്ഷയിൽ CPM ഇന്നും നാളെയും ഇടതുമുന്നണിക്ക് ഏറെ നിർണായകമാണ്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അൻഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൻഫിൽഡ്, നാളെ ചേരുന്ന നിർവാഹക സമിതി യോഗം അത് നിർണായകമാണ്. CPM തീരുമാനത്തിൽ നിന്ന് അയഞ്ഞില്ലെങ്കിൽ മന്ത്രിമാരെ മാറ്റാനുള്ളൊരു സാധ്യതയുണ്ടോ CPIയുടെ ഭാഗത്തു നിന്ന്? ഇന്നലെ CPIയുടെ ചില മന്ത്രിമാരുടെ വാക്കുകളിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കാനായത്. മായ, തീർച്ചയായും ഇവിടെ അയയേണ്ടത് CPI ആണ്. കാരണം CPM ഒപ്പിട്ട പദ്ധതിയിൽ നിന്ന് എങ്ങനെ പിന്നോട്ട് പോകും എന്നത് പ്രായോഗികമാണോ എന്നൊരു ചോദ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. അതേസമയം CPI ആകട്ടെ
MOU ഒപ്പിട്ടതിൽ നിന്ന് പിൻവലിക്കണം, അത് പിന്മാറണം എന്ന നിലപാട് അല്ലെങ്കിൽ ആ ഒരു കടുംപിടുത്തത്തിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇന്നലെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും സമമായ ചർച്ചകളുണ്ടായിരുന്നു. ബിനോയ് വിഷയത്തെ ML ഫാദർ നേരിട്ട് പോയി കണ്ട അരമണിക്കൂർ കൂടിയാലോചനയും ചർച്ചയും സമവായ ചർച്ചയും വി ശിവൻകുട്ടി നേരിട്ട് നടത്തി. പക്ഷെ ആ ചർച്ചയിലൊന്നും തന്നെയും CPI അയയുന്നുമില്ല, പിന്നോട്ട് പോവുകയുമില്ല. ആ നിലപാടിൽ CPI ഉറച്ചു തന്നെ നിൽക്കുന്നുവെന്ന് അറിയിക്കുകയും ചെയ്തു. ദേശീയ തലത്തിലായാലും MEBB നേരിട്ട് പോയി കണ്ട് D രാജ ഇതിനകത്തുള്ള സാധ്യതകൾ ആരാഞ്ഞു. പക്ഷെ അവിടെയും ആ ചർച്ച വിഫലമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇതൊക്കെ തന്നെയും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് വിദ്യാഭ്യാസ മന്ത്രി പോയി കാണുന്നതും MEBB ആ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചതുമൊക്കെ. പക്ഷെ ഇത് രണ്ട് ചർച്ചകളും വിഫലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. CPI ആണ് ആ നിലപാട്. കാരണം ഇതിനകത്ത് CPM കേന്ദ്ര വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പാക്കുകയില്ല എന്ന ഉറപ്പ് നൽകുന്നുവെങ്കിൽ പോലും അതെങ്ങനെ സാധ്യമാകും? ഒപ്പിട്ട് കഴിഞ്ഞാൽ MOU ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ ഉപാധി പത്രത്തിൽ അല്ലെങ്കിൽ ആ കരാറിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നടപ്പാക്കേണ്ടി വരും. ഫണ്ട് വാങ്ങിക്കഴിയുന്നു, ഒപ്പിട്ടുന്നു. അപ്പോൾ NEP മാത്രം നടപ്പാക്കുകയില്ല എന്ന് പറയുന്നത് ഒട്ടും പ്രായോഗികമല്ല എന്ന നിലപാട് CPI പറയുന്നു. അതുകൊണ്ട് തന്നെ MOU ഒപ്പിട്ടതിൽ നിന്ന് പിന്മാറണം, അതിനപ്പുറത്തേക്ക് മറ്റൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് പറയുന്നു. പക്ഷെ അത് ഒപ്പിട്ട സ്ഥിതിക്ക് പിന്മാറാൻ കഴിയുകയില്ല എന്ന് CPI. പക്ഷേ അൺഫിലിറ്റ് CPI നേതാക്കൾ പറയുന്നത്, ബിനോയ് വിശ്വം അടക്കമുള്ളവർ പറയുന്നത് ഒപ്പിട്ടു വന്ന് ശരിയാണ്, പക്ഷേ അതിൽ നിന്ന് പിന്മാറാം, അതിന് നിയമാവലിയൊക്കെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് കടക്കുമോ? ഒരിക്കലും അതിലേക്ക് കടക്കാനൊരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ഇതുവരെയും നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ വളരെ വ്യക്തമായ ആലോചിച്ചതിന് ശേഷം മാത്രമാണ് CPM, CPMലെ മന്ത്രിമാരും മറ്റടക്കമോ ഇല്ലെങ്കിൽ പോലും കൃത്യമായ ഒരു ധാരണയുടെ പുറത്ത് തന്നെയാണ് CPM അത് ഒപ്പിട്ടിരിക്കുന്നത്, വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ടിരിക്കുന്നത്. ഒപ്പിട്ട സ്ഥിതിക്ക് അതിൽ നിന്ന് പിന്നോട്ട് പോകാനൊരു സാധ്യതയില്ല. പക്ഷെ CPI ആ ഒരു നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നും നാളെ ഇടതുമുന്നണി സംബന്ധിച്ച് ഏറെ നിർണായകം തന്നെയാണ്. ഇന്ന് മുഖ്യമന്ത്രി എത്തുന്നു. മുഖ്യമന്ത്രി എത്തിയതിനു ശേഷം വീണ്ടും തിരക്കിട്ട സമാജ ചർച്ചകളുടെ സാധ്യതകൾ ഉണ്ടാവുകയാണ്. ഒരുപക്ഷെ ഇടതു മുന്നണി യോഗം ചേരുകയോ അല്ലെങ്കിൽ ഒരു ഉഭയകക്ഷി ചർച്ച CPI വീണ്ടും ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്കുള്ള സാധ്യത ഇതൊക്കെ തന്നെയും അൺഫിലിറ്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു കാലമാണ്. സംസ്ഥാനത്ത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പുകൾ ഒരു കാലമാണ്. തദ്ദേശം വരുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ നിയമസഭയിലേക്കൊക്കെ കടക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇടതുമുന്നണിയിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഈ അസ്വാരസ്യം അത് എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ തന്നെയല്ലേ മുഖ്യമന്ത്രി അടക്കമുള്ളവർ നോക്കുള്ളൂ? അതുകൊണ്ട് തന്നെയാണ് മായ ഇന്ന് മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ സമവായ ചർച്ചകൾ തിരക്കിട്ട രീതിയിൽ ഉണ്ടാകുമെന്ന് പറയുന്നത്. ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്കുള്ള സാധ്യതകളാണ് ഏറെ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത് തലസ്ഥാനത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ബിനോയ് വിശ്വം ഇന്ന് കോഴിക്കോടാണ്, നാളെയാണ് ആലപ്പുഴയിലേക്ക് വരിക. അങ്ങനെയെങ്കിൽ ആ രീതിയിൽ ഒരുപക്ഷെ നേരിട്ടുള്ള ചർച്ചയോ ഫോണിലൂടെയൊക്കെയുള്ള ചർച്ചയാണ് നീക്കങ്ങളൊക്കെ വളരെ സജീവമായി തന്നെ ഇന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം നാളെ CPIയുടെ എക്സിക്യൂട്ടീവ് ചേരുന്നു. പക്ഷെ CPI നേതാക്കൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് കൃത്യമായി തങ്ങളുടെ ആ ഒരു നിലപാടിലേക്ക് CPM വരുമെന്നൊരു പ്രതീക്ഷയുണ്ട്. നാളെ 10 മണിക്ക് CPMന്റെ യോഗം ചേരുന്നു. 12 മണിയോടുകൂടി അവർ തീരുമാനമാണ്. 12 മണിക്ക് മുമ്പ് ആ നിമിഷം വരെയും അവർ പ്രതീക്ഷിക്കുകയാണ് CPM നിലപാട് തിരുത്തുമെന്ന്. ആ നിലപാട് തിരുത്തിയില്ല എങ്കിൽ നാളെ 12 മണിക്ക് ബിനോയ് വിശ്വം വാർത്താ സമ്മേളനം നടത്തി നയപരമായ തീരുമാനം ഏറെക്കുറെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ചേർന്നപ്പോൾ മന്ത്രിമാർ തങ്ങൾ പാർട്ടി പറയുകയാണെങ്കിൽ രാജിവെച്ച് ചെയ്യാൻ തയ്യാറാണെന്ന് 4 മന്ത്രിമാരും അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു നയപരമായ തീരുമാനമാണ്. ആ തീരുമാനം എടുക്കേണ്ടത് എക്സിക്യൂട്ടീവാണ്. അതിനുവേണ്ടി മാത്രമാണ് 2 ദിവസത്തെ ഒരു സമയം കൂടി CPMന് നൽകിയതിനു ശേഷം 27-ന് എക്സിക്യൂട്ടീവ് ചേരാമെന്ന് തീരുമാനിച്ചു. അതനുസരിച്ച് നാളെ നിർണായകമായ എക്സിക്യൂട്ടീവ് ചേരുമ്പോൾ 12 മണിക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ പോലും പ്രതീക്ഷിക്കുകയാണ് CPM തിരുത്തുമെന്ന്. ഇല്ല എങ്കിൽ ഏറ്റവും നിർണായകമായ സുപ്രധാനമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ മായ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് വേളയിൽ അതിലേക്കൊന്നും മാറുകയില്ല, അതിലേക്കൊന്നും സാധ്യതകൾ ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, അൺഫിലിറ്റാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. PM ശ്രീ വിവാദം എങ്ങനെ ഒഴിയും, എങ്ങനെയായിരിക്കും അത് മുന്നോട്ട് പോകുക എന്ന രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. ഏതായാലും നാളത്തെ ദിവസം അതുവരെ എങ്കിലും PM ശ്രീ വിവാദം ഇടതുമുന്നണിയിൽ കീറാമുട്ടിയായി തന്നെ തുടരും.
ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം ബീഹാർ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. NDA സഖ്യം ഉയർത്തുന്ന വെല്ലുവിളിയേക്കാൾ മഹാസഖ്യം ഭയപ്പെടുന്നത് അതിനെയാണ്. അസാദുദ്ദീൻ ഒവൈസിയുടെ സാന്നിധ്യം വലിയ ഭീഷണിയാണ് പ്രതിപക്ഷ സഖ്യത്തിന്. യാദവ് OBC വോട്ടുകളിലെല്ലാം ഇടപെടൽ നടത്താൻ മഹാസഖ്യത്തിന് ബീഹാറിൽ കഴിയുന്നുണ്ട്. എന്നാൽ മുസ്ലിം വിഭാഗത്തിലേക്ക് എത്തുമ്പോൾ അത്ര സുരക്ഷിതമല്ല പ്രതിപക്ഷത്തിന്റെ നില. കോൺഗ്രസ് ഉൾപ്പെടുന്ന പ്രതിപക്ഷത്തിന്റെ കുത്തക വോട്ട് ബാങ്കാണ് ന്യൂനപക്ഷ വോട്ടുകൾ. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളിലായി മുസ്ലിം ന്യൂനപക്ഷത്തെ അത്ര കണ്ട് ഒപ്പം നിർത്താൻ കഴിയുന്നില്ല കോൺഗ്രസിന്. അതിന് പ്രധാന കാരണം അസാദുദ്ദീൻ ഒവൈസി എന്ന ഒറ്റയാൾ പോരാളിയാണ്. മുസ്ലിം സമുദായത്തിൽ അവരുടെ നിലപാട് പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഒവൈസി ഇറങ്ങിയതോടെ കോൺഗ്രസ് വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത്. മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലുമെല്ലാം ന്യൂനപക്ഷ മേഖലകളിൽ കോൺഗ്രസിന്റെ ബദലായി സ്ഥാനാർത്ഥിയെ നിർത്തുകയും പ്രതിപക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കുകയും ചെയ്തു ഒവൈസിയുടെ ഓൾ ഇന്ത്യ മസ്ലിജ് ഇത്തിഹാദുൾ മുസ്ലിമീൻ. ഈ സംസ്ഥാനങ്ങളിൽ BJP സുഖമായി ജയിച്ചു കയറി. ഇതോടെ BJP തന്നെയാണ് ഒവൈസിയെ ഇറക്കുന്നത് എന്ന ആരോപണം കോൺഗ്രസ് ഉൾപ്പെടെ ഉന്നയിച്ചു. എന്നാൽ അതുകൊണ്ട് പിന്നോട്ടു പോകാൻ AMIM തയ്യാറായില്ല. ബീഹാറിൽ മുസ്ലിം ആഭിമുഖ്യമുള്ള സീമാഞ്ചൽ മേഖലയിൽ കടന്നുകയറിയ ഒവൈസിയുടെ പാർട്ടി 2020 5 സീറ്റുകളിലാണ് വിജയിച്ചത്. 2022 ഇതിൽ 4 പേർ RJDയിലേക്ക് പോയെങ്കിലും ഇപ്പോഴും നിയമസഭയിൽ AMIM പ്രതിനിധിയുണ്ട്. ഇത്തവണ 25 പേരെയാണ് ഒവൈസി നിർത്തിയിട്ടുള്ളത്. അതിൽ കൂടുതൽ സീമാഞ്ചൽ മേഖലയിലാണ്. 18% വരുന്ന മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചാൽ BJPക്ക് കാര്യങ്ങൾ എളുപ്പമാകും. പ്രതിപക്ഷ പാർട്ടികൾ മുസ്ലിം സമുദായത്തെ അവഗണിക്കുന്നുവെന്ന ആരോപണം ഇതിനോടകം തന്നെ ഒവൈസി ഉന്നയിച്ചു കഴിഞ്ഞു. യാദവ് വോട്ടുകൾ പിടിക്കാൻ യാദവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇറക്കി. മല്ല നിഷാദ് വോട്ടുകൾ സ്വന്തമാക്കാൻ ആ സമുദായത്തിൽ നിന്ന് ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും വന്നു. അങ്ങനെയെങ്കിൽ മുസ്ലിം പ്രാതിനിധ്യം വേണ്ടതല്ലേ എന്നാണ് ഒവൈസി ചോദിക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള ചോദ്യം പക്ഷേ യാഥാസ്ഥിതികരായ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ചലനമുണ്ടാക്കുമെന്ന ഉറപ്പാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കാനഡയിലെ ഒന്റാറിയോ പ്രവിശ്യയിൽ സംപ്രേഷണം ചെയ്ത പരസ്യത്തിന് മറുപടിയായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിച്ചിരിക്കുന്നു. റൊണാൾഡ് റീഗനെ ഉൾപ്പെടുത്തി ഒന്റാറിയോ പ്രവിശ്യയിൽ താരിഫ് വിരുദ്ധ പരസ്യം സംപ്രേഷണം ചെയ്തതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിക്കുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റിൽ ട്രംപ് പരസ്യത്തെ വഞ്ചന എന്ന് വിളിക്കുകയും വേൾഡ് സീരീസ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിന് മുമ്പ് അത് നീക്കം ചെയ്യാത്തതിന് കനേഡിയൻ ഉദ്യോഗസ്ഥരെ ആക്ഷേപിക്കുകയും ചെയ്തു. വസ്തുക്കളെ ഗുരുതരമായി തെറ്റായി ചിത്രീകരിക്കുകയും ശത്രുതാപരമായ പ്രവൃത്തി നടത്തുകയും ചെയ്തതിനാൽ കാനഡയുടെ തീരുവ അവർ ഇപ്പോൾ നൽകുന്നതിനേക്കാൾ 10% കൂടുതൽ വർദ്ധിപ്പിക്കുകയാണെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. 47ാമത് ആസിയാൻ ഉച്ചകോടിക്ക് ഇന്ന് മലേഷ്യയിലെ കോലാലംപൂരിൽ തുടക്കമാകും. 28 വരെയാണ് ഉച്ചകോടി. കംബോഡിയ, തായ്ലൻഡ് അതിർത്തി തർക്കവും ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ വർധനവും പ്രധാനമായും ചർച്ചയ്ക്ക് വരും. 11ാമത് അംഗരാജ്യമായി ഈസ്റ്റ് ടിമോറിനെ ഈ ഉച്ചകോടിയിൽ ചേർക്കും. വിദേശമന്ത്രി S. ജയശങ്കർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദിയുടെ പങ്കാളിത്തം വെർച്വൽ മോഡിലൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉച്ചകോടിക്ക് സമാന്തരമായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ചൈനയുമായുള്ള വ്യാപാര കരാറുകളിൽ അസ്വാരസ്യം തുടരുന്നതിനിടെയാണ് കൂടിക്കാഴ്ചയുടെ സാധ്യതകൾ ആരായുന്നത്. ഉച്ചകോടിക്ക് മുന്നോടിയായി ശനിയാഴ്ച ആസിയാൻ രാജ്യങ്ങളിലെ വിദേശമന്ത്രിമാരുടെ യോഗം ചേർന്നിരുന്നു. സംസ്ഥാന കായികമേളയിൽ കിരീടം സ്വന്തമാക്കാൻ തിരുവനന്തപുരം. ഓവറോൾ പോയിന്റ് നിലയിൽ തിരുവനന്തപുരം ആധിപത്യം തുടരുകയാണ്. 2ാം സ്ഥാനത്ത് തൃശൂരും 3ാം സ്ഥാനത്ത് പാലക്കാടുമുണ്ട്. അത്ലറ്റിക്സ് മത്സരങ്ങളിൽ പാലക്കാടാണ് മുന്നിൽ. ഇന്ന് ഷോട്ട്പുട്ട്, ഹഡിൽസ്, ലോങ് ജമ്പ്, 800 മീറ്റർ തുടങ്ങിയ മത്സരങ്ങളുടെ ഫൈനലുകൾ നടക്കും. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, കായികമേളയിൽ ഇന്നത്തെ ഇനങ്ങൾ, പ്രധാനമായ ഇനങ്ങൾ ഏതൊക്കെയാണ്? അതുപോലെ തന്നെ ആരൊക്കെയാണ് ഇപ്പോൾ മുന്നിലുള്ളത്? പോയിന്റ് പട്ടികയിൽ എങ്ങനെയാണ് ആ ഒരു പട്ടിക ക്രമം എങ്ങനെയാണ്?
മായ, ഈ കായികമേള അങ്ങനെ പുരോഗമിക്കുകയാണ്. നിലവിൽ ഈ സ്വർണ്ണക്കപ്പിൽ മുത്തമിടാൻ പോകുന്നത് ഏകദേശം തിരുവനന്തപുരമാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞു. കാരണം അത്രത്തോളം ഈ പോയിന്റിൽ മുന്നിട്ട് നിൽക്കുകയാണ് തിരുവനന്തപുരം. അതിന്റെ ആധിപത്യം തുടരുകയാണ്. 1472 പോയിന്റാണ് ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരത്തിനുള്ളത്. രണ്ടാമത് വരുന്നത് തൃശ്ശൂരാണ്. പക്ഷേ തൃശ്ശൂരിന് 694 പോയിന്റ് മാത്രമേ ഉള്ളൂ. പകുതി മാത്രം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പകുതി മാത്രം പോയിന്റാണ് രണ്ടാം സ്ഥാനത്ത് വരുന്ന ജില്ലയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഈ പോയിന്റ് നിലയിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയില്ല. കാരണം ഇനി 2 ദിവസങ്ങൾ കൂടി മാത്രമേ ഈ കായികമേള ബാക്കിയുള്ളൂ. പ്രധാന ഇന മത്സരങ്ങളൊക്കെ തന്നെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് പ്രധാനമായും നടക്കാൻ പോകുന്ന മത്സരങ്ങൾ ലോങ് ജമ്പ്, അതുപോലെ തന്നെ 800 മീറ്റർ ഫൈനൽ മത്സരങ്ങൾ ഉൾപ്പെടെ ഇന്ന് നടക്കാനിരിക്കുകയാണ്. അതിന്റെ ഫൈനലുകളാണ് നടക്കാനിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഞാനുള്ളത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ അല്പസമയത്തിനകം ഒരു 7:30 തന്നെ 400 മീറ്റർ ഹഡിൽസ് മത്സരങ്ങളുടെ ക്വാളിഫയിംഗ് റൗണ്ടുകൾ ആരംഭിക്കും. അതിനുശേഷം 8:40 ഷോട്ട് പുട്ട്, ലോങ് ജമ്പ് തുടങ്ങിയ മത്സരങ്ങളുടെയൊക്കെ തന്നെ ഫൈനലുകളും ആരംഭിക്കും. 800 മീറ്റർ മത്സരങ്ങളുടെ ഫൈനലുകൾ വൈകുന്നേരം ഏകദേശം 5 മണിയോടുകൂടിയാണ് ആരംഭിക്കുക. അത്ലറ്റിക് മത്സരങ്ങളിൽ പാലക്കാടാണ് നിലവിൽ മുന്നിലുള്ളത്. 134 പോയിന്റുമായി പാലക്കാട് മുന്നിലുണ്ട്. തൊട്ടു പിന്നിൽ മലപ്പുറമുണ്ട്. പക്ഷേ ഈ അത്ലറ്റിക്സ് ഇതര മത്സരങ്ങളിലും തിരുവനന്തപുരമാണ് മുന്നിലുള്ളത്. നീന്തൽ മത്സരങ്ങളിൽ തിരുവനന്തപുരമാണ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത്. നീന്തൽ മത്സരങ്ങളിൽ നിരവധി റെക്കോർഡുകൾ ഉൾപ്പെടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ നേടിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഈ മത്സരങ്ങളൊക്കെ തന്നെ വിവിധ വേദികളിലായി പുരോഗമിക്കുകയാണ്. ഇന്ന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വനിതകളുടെ ക്രിക്കറ്റ് മത്സരങ്ങളുണ്ട്. അതുപോലെ തന്നെ കളരിപ്പയറ്റ തുടങ്ങിയ മത്സരങ്ങളൊക്കെ തന്നെ വിവിധ വേദികളിൽ പുരോഗമിക്കുകയാണ്. ഏതായാലും ഈ സംസ്ഥാന കായികമേളയിൽ തിരുവനന്തപുരം അതിന്റെ ആധിപത്യം തുടരുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ആദരയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വാക്കുകൾക്കും വാചകങ്ങൾക്കും അപ്പുറം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നിശബ്ദ സാക്ഷിയായി കുട്ടിത്താരങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന മറ്റൊരു താരം കൂടിയുണ്ട്. അവരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നയിക്കുന്ന പാദരക്ഷകൾ, സ്പൈക്സുകൾ പലർക്കും പറയാനുണ്ട് ചില നൊമ്പരപ്പെടുത്തുന്ന കഥകൾ. തിമിർത്ത് പെയ്തിറങ്ങിയ മഴയിൽ നനയുമ്പോഴും ചെളി നിറഞ്ഞ വെള്ളത്തിൽ നീന്തുമ്പോഴും ഇത്രയും ദുഃഖം ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്നാൽ പരാജയപ്പെട്ടവരുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ കണ്ണുനീർത്തുള്ളികൾ എൻ്റെ കവിളിൽ പതിക്കുമ്പോൾ ഉള്ളിൽ ചുട്ടുപൊള്ളുകയായിരുന്നു ഞാൻ. ഹൃദയഭേദകമായിരുന്നു ആ നിമിഷങ്ങൾ. സ്വപ്ന നിമിഷത്തിൻ്റെ അതിർത്തി വരെ കടന്നെത്തിയവരുടെ മൊഴികളിൽ നിന്ന് ഉതിർന്ന ആനന്ദാശ്രുവാണ് മനസ്സിനെ അല്പമെങ്കിലും തണുപ്പിച്ചത്. പക്ഷേ അതിനും അല്പായുസ് മാത്രമായിരുന്നു വിധി. എന്നെ ഒന്ന് അണിയാൻ പോലും കഴിയാതെ എത്ര കുരുന്നു താരങ്ങളാണ് നഗ്നപാതരായി ട്രാക്കിൽ പോരിനിറങ്ങിയത്. ജീവനുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ആശ്വാസമാകണമെന്ന് മനസ്സുകൊണ്ട് ഞാൻ പലകുറി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്തു പറയാൻ, ആഗ്രഹിക്കാൻ മാത്രമല്ലേ എനിക്ക് കഴിയൂ. എന്നിരുന്നാലും ഇന്ന് സന്തോഷമുണ്ട്. തിരുത്തിക്കുറിക്കപ്പെട്ട വർഷങ്ങളുടെ ചരിത്രങ്ങൾ, സുവർണ നിമിഷത്തിലേക്ക് കടന്ന എണ്ണമറ്റ കഠിന പോരാട്ടങ്ങൾ, കായിക കേരളത്തിൻ്റെ നാളെയുടെ മിന്നും താരങ്ങളുടെ ഉദയം, ഇൻക്ലൂസീവ് ഇനങ്ങളിലെ പ്രിയ കൂട്ടുകാരുടെ പരിമിതികളെ തോൽപ്പിക്കുന്ന പ്രകടനങ്ങൾ, ഇതിനെല്ലാം മൂകസാക്ഷിയായി ഒപ്പം നിന്ന എന്നെയും ചേർത്ത് പിടിച്ച് മത്സരശേഷം അവർ ട്രാക്ക് വിട്ട് നടന്നകലുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ ഒരു തിരയിളക്കമുണ്ട്. കനത്ത മഴയുടെ തണുപ്പിലും ചുട്ടുപുള്ളിയിരുന്ന മനസ്സിനെ തണുപ്പിക്കാൻ ആ കാഴ്ച മാത്രം മതി എനിക്ക്. പ്രിയ കൂട്ടുകാരോടൊന്നു മാത്രം. വിജയിച്ചവരുടെ മാത്രമല്ല, പരാജയപ്പെട്ടവരുടെ കൂടെ പോരാട്ടവും കാലത്തോട് ചേർത്ത് വയ്ക്കപ്പെടുന്നുണ്ട്. ഇന്നത്തെ പരാജയങ്ങൾ നാളെയുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി കാണുക. ഉറച്ച ലക്ഷ്യത്തിലേക്ക് കഠിനമായ പോരാട്ടത്തിലൂടെ നിങ്ങൾക്കും ഒരു നാൾ എത്തിച്ചേരാനാകും. വിജയത്തിനും പരാജയത്തിനുമപ്പുറം ഈ കായികമേളയിൽ സ്വന്തം ജില്ലയെ പ്രതിനിധീകരിച്ചെത്തിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. അവസാനമായി ഇത്രമാത്രം. ക്യാമറ കണ്ണിലൂടെ എന്നെ ഒപ്പിയെടുത്ത സനിൽകുമാറിനും ശബ്ദമില്ലാത്ത എനിക്ക് ശബ്ദമായി മാറിയ അജയ്നാഥിനുമൊപ്പം അമൃത ന്യൂസിനു വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും നിങ്ങളുടെ സ്വന്തം സ്പൈക്സ്. വലിയ രാഷ്ട്രീയ അട്ടിമറികൾക്കാണ് ഈ ഭരണകാലയളവിൽ ആലപ്പുഴയിലെ രാമങ്കരി പഞ്ചായത്ത് സാക്ഷ്യം വഹിച്ചത്. 4 നൂറ്റാണ്ടായി ഭരണം കൈയാളിയിരുന്ന CPMന്റെ കയ്യിൽ നിന്നും കോൺഗ്രസിലേക്ക് ഭരണമെത്തി. CPMലെ പൊട്ടിത്തെറികളുടെ ഭാഗമായി ഉയർന്നു വന്ന അവിശ്വാസ പ്രമേയത്തിലൂടെ അധികാരം ലഭിച്ച കോൺഗ്രസിന് പക്ഷേ ഇക്കുറി അത് നേടാൻ കഴിയുമോ? ഭിന്നതകൾ മറന്ന് ഒറ്റക്കെട്ടായി ഭരണം തിരിച്ചുപിടിക്കാൻ LDFന് ആകുമോ? ഇതാണ് രാമങ്കരി പഞ്ചായത്ത് ഉയർത്തുന്ന പ്രധാന രാഷ്ട്രീയ ചോദ്യം.
കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കുട്ടനാട് CPM വിഭാഗീയത പൊട്ടിത്തെറിയിലേക്ക് എത്തിയത്. രൂക്ഷമായ വിഭാഗീയതയെ തുടർന്ന് പാർട്ടിയുമായി അകന്ന പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രകുമാറിനെതിരെ കോൺഗ്രസിനൊപ്പം ചേർന്ന് 4 CPM അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ 4 നൂറ്റാണ്ടായി CPM ഭരിച്ചു വന്ന രാമങ്കരി പഞ്ചായത്ത് ഭരണം കോൺഗ്രസിന്റെ കൈകളിലേക്കെത്തി. എന്നാൽ 1.5 വർഷക്കാലത്തേക്ക് മാത്രമാണ് ഭരണം ലഭിച്ചതെങ്കിലും ഇതിലൂടെ ഇക്കുറി ഭരണ തുടർച്ച നേടിയെടുക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. കാരണം കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ ഇപ്പോൾ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഇവരുടെ അധികാര വടംവലിയാൽ നഷ്ടപ്പെട്ട് നിൽക്കുന്ന പ്രതാപം, ഈ പഞ്ചായത്തിൻ്റെ പ്രതാപം ആകെ മാറ്റി എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയം ജനങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും അനുകൂലമാക്കും. പിന്നെ കഴിഞ്ഞ 1.5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ പോലും യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസ് പ്രസിഡന്റ് വന്നതിന് ശേഷം നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു. 13 അംഗ പഞ്ചായത്തിൽ 9 അംഗങ്ങൾ ഉണ്ടായിരുന്ന CPM ഒറ്റക്കക്ഷിയായാണ് പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. ഇതിൽ 4 അംഗങ്ങൾ ഇന്ന് CPI ആണ്. പ്രസിഡന്റായിരുന്ന രാജേന്ദ്രകുമാർ മെമ്പർ സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ചിരുന്നു. UDFനുള്ളതാകട്ടെ 4 സീറ്റും. എന്നാൽ വാർഡ് വിഭജനം വന്നതോടെ ഇക്കുറി 14 വാർഡുകളാണുള്ളത്. ഇതിൽ 10 വാർഡുകളും അടിയുറച്ച CPM കോട്ടകളാണെന്ന് നേതൃത്വം പറയുന്നു. എത്രയാളാണോ ഇവിടെ 1-2 പേര് പാർട്ടിയിൽ നിന്ന് പോയെങ്കിൽ പോലും ധാരാളം ആൾക്കാർ കഴിഞ്ഞ 2 വർഷങ്ങളായി പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നില കഴിഞ്ഞ വർഷത്തിനേക്കാൾ മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 9 സീറ്റിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM മത്സരിച്ച് വിജയിച്ചെങ്കിൽ ഇത്തവണ ഒരു വാർഡ് വർധന ഉണ്ടായിട്ടുണ്ട്. 14 വാർഡായിട്ടുണ്ട്. 13 വാർഡ് 14 വാർഡായിട്ടില്ല. 14 വാർഡിൽ 10 വാർഡിലും CPMന് ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. 10 വാർഡിൽ ഞങ്ങൾ വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വിഭാഗീയതയെ തുടർന്ന് CPIയിൽ ചേർന്ന രാജേന്ദ്രകുമാറിനെയും സംഘത്തെയും പരസ്പര ധാരണയോടെ ഒപ്പം ചേർത്ത് LDF മുന്നണി ശക്തിപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഒരു പക്ഷേ CPMന് തിരിച്ചടിയായേക്കും. പരമാവധി ഫണ്ട് ഉപയോഗിച്ച്, ഈ ഫണ്ട് കൃത്യമായി ഉപയോഗിച്ച്, ഗ്രാമസഭയിൽ നല്ലപോലെ ആലോചിച്ച്, ജനങ്ങളുടെ സഹകരണത്തോടു കൂടി 3.5 വർഷക്കാലം നല്ലപോലെ ഭരണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കുറേയധികം ഐഡിയാസ് ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അപ്പോൾ വിലങ്ങുതടിയായി നിന്നത് തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന ആ പാർട്ടി തന്നെയാണ്, CPM തന്നെയാണ്. ആ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഐകകണ്ഠേന പഞ്ചായത്ത് മെമ്പർമാർ എല്ലാം കൂടെ തീരുമാനിച്ചു. ജീർണിച്ച കെട്ടിടമാണ്, അത് താഴെ പോകും. അതുകൊണ്ട് പുതിയൊരു ബിൽഡിംഗ് പണിയണം, നല്ല വിശാലമായി. പഞ്ചായത്ത് ഓഫീസിൽ തന്നെ സ്ഥലസൗകര്യക്കുറവുണ്ട്, അപ്പോൾ ഒരു നില അതിനുവേണ്ടി കൊടുക്കണം. ഇങ്ങനെയൊക്കെ ആലോചിച്ച് നമ്മൾ ചെയ്താൽ MLA അവിടെ ഒന്ന് തറക്കല്ലിട്ടിട്ട് 50 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു തോമസ്. CPM പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞു. CPM കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ MLA തന്നില്ല, മേജർ പാർട്ടിയാണല്ലോ. അപ്പോൾ അങ്ങനെ വികസനം മുടക്കാനുള്ള നിലപാട് അന്ന് CPM സ്വീകരിച്ചു. പരമ്പരാഗത ഇടതുകോട്ടകളിൽ വിള്ളൽ വീഴാതെ മുന്നണി ബന്ധം ശക്തിപ്പെടുത്താനായാൽ നഷ്ടപ്പെടുത്തിയ ഭരണം ഇടതുപക്ഷത്തിന് തിരികെ പിടിക്കാനാകും. മറിച്ചായാൽ അത് കുട്ടനാട്ടിൽ രാഷ്ട്രീയ ബലാബലത്തിന് വേദിയാകും. കുട്ടനാട്ടിൽ നിന്നും ആദർശനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്. KGF സിനിമയിലെ റോക്കി ബായിയെ പോലെ ആലപ്പുഴയിലുമുണ്ട് റോക്കി എന്നൊരു ഹീറോ. പക്ഷേ താരപരിവേഷമൊന്നുമില്ലാത്ത ഈ ഹീറോ ഒരു വളർത്തുനായയാണ് എന്ന് പറഞ്ഞാൽ അതിശയിക്കേണ്ട. മൂർഖൻ പാമ്പിനെ കൊന്ന് ഉടമയുടെ ജീവൻ രക്ഷിച്ച റോക്കിയാണ് ഇപ്പോൾ എടത്വയിലെ ഹീറോ. എടത്വ പച്ച തോട്ടുകടവ് തുഷാരിയുടെ വീടിന്റെ മുറ്റത്ത് കഴിഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞ് 1:30 സംഭവം. വീടിന്റെ മുറ്റത്തേക്ക് ഇഴഞ്ഞുവന്ന മൂർഖൻ പാമ്പിനെയാണ് റോക്കി എന്ന വളർത്തുനായ നേരിട്ടത്. പാമ്പിനെ കടിച്ചുകുടഞ്ഞ റോക്കിക്ക് പാമ്പിന്റെ കടിയേറ്റു. തുടർന്ന് ചികിത്സയ്ക്ക് ശേഷം റോക്കി അപകടനില തരണം ചെയ്യുകയായിരുന്നു. റോക്കിയുടെ ആ വീരകഥ ഇങ്ങനെ. വിദേശത്തു നിന്ന് വരുന്ന ഭർത്താവ് സുഭാഷ് കൃഷ്ണയെ വിളിക്കാനായി വീട്ടുടമ തുഷാര യാത്ര തിരിക്കാൻ വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങവെയാണ് സംഭവം. പാമ്പിനെ കണ്ടതും ഓടിയെടുത്ത റോക്കി മൂർഖന് നേരെ ചാടി വീണു. പിന്നീട് ഇരുവരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം. ഒടുവിൽ തന്റെ വീട്ടിലേക്ക് വില്ലനായി എത്തിയ പാമ്പിനെ കടിച്ചുകുടഞ്ഞ് റോക്കി തന്റെ വീട്ടുടമയെ രക്ഷിച്ചു. എന്നാൽ രക്ഷാപ്രവർത്തനത്തിനിടയിൽ റോക്കിക്കും പാമ്പിന്റെ കടിയേറ്റിരുന്നു. തുടർന്ന് വീട്ടുടമയായ തുഷാര കളർക്കോട് വെറ്റിനറി ആശുപത്രി ഡോക്ടർ മേരിക്കുഞ്ഞിന്റെ നിർദ്ദേശപ്രകാരം റോക്കിയെ ഹരിപ്പാട് വെറ്റിനറി ആശുപത്രിയിലേക്കും തുടർന്ന് തിരുവല്ല മഞ്ഞാടിയിലെ സ്വകാര്യ വെറ്റിനറി ആശുപത്രിയിലേക്കും മാറ്റി. ദിവസങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ അവൻ സുഖം പ്രാപിച്ച് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. ആദ്യം കൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എന്നുള്ള. അപ്പം കണ്ണ് ചിമ്മിയപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരു നല്ല സൈനാണ്, നമുക്ക് ശ്രമിക്കാം, കഴിവിന്റെ പരമാവധി ശ്രമിക്കാം എന്ന് പറഞ്ഞു. പിന്നെ അവരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് അവനിപ്പം കുഴപ്പമില്ലാതെ നിൽക്കുന്നത്. അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും എല്ലാം വളരെ നന്നായിട്ട്. വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയ സുഭാഷ് ആകട്ടെ നേരെ പോയത് വീട്ടിലേക്കായിരുന്നില്ല, നേരെ ആശുപത്രിയിലേക്ക്. അവിടെ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന റോക്കിയെ കണ്ട ശേഷമായിരുന്നു വീട്ടിലേക്കുള്ള മടക്കം.
സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ കാവൽ നായയുടെ കർമ്മബോധത്തിൽ അടിയുറച്ചു നിന്ന റോക്കി എന്ന നായ അങ്ങനെ ഹീറോയാവുകയായിരുന്നു. ആ വീടിന്റെ മാത്രമല്ല, ആ നാടിന്റെ ആകെ ഹീറോ. അമൃത ന്യൂസ്, ആലപ്പുഴ. മറ്റൊരു വാർത്തയിലേക്ക്. ബുൾബുൾ പക്ഷിയുടെ ശബ്ദത്തോട് സാമ്യമുള്ള തന്ത്രിവാദ്യമാണ് ബുൾബുൾ തരംഗ്. അന്യം നിന്നു പോകാൻ സാധ്യതയുള്ള ഈ സംഗീതോപകരണത്തിന് കൂടുതൽ പ്രചാരം നേടിക്കൊടുക്കാനുള്ള ശ്രമത്തിലാണ് കൊച്ചിക്കാരനായ ഉല്ലാസ് പൊന്നാടി. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ MTയുടെ മഞ്ഞ് എന്ന നോവൽ വായിക്കുമ്പോൾ അതിന് സംഗീത പശ്ചാത്തലമൊരുക്കി കേൾവിക്കാർക്ക് പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുകയാണ് ഉല്ലാസ്. മഞ്ഞിലെ വരികളോട് ബുൾബുളിന്റെ ശബ്ദം ഇഴുകിച്ചേർന്നപ്പോൾ കേൾവിക്കാരനും അതിൽ അലിഞ്ഞു ചേർന്നു. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഉപകരണമാണ് ബുൾബുൾ. കാതുകൾക്ക് ഇമ്പം തോന്നുന്ന, വളരെ സമാധാനം നൽകുന്ന സംഗീതം. കുട്ടിക്കാലത്ത് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഉല്ലാസ് പൊന്നാടി ബുൾബുൾ തരംഗിൽ ആകൃഷ്ടനായത്. എഞ്ചിനീയറിംഗ് ജോലിക്കൊപ്പം ഇപ്പോഴും സംഗീതം ഒപ്പം കൊണ്ടുപോകുന്നു. അന്ന് സംഗീതം പഠിക്കാൻ താല്പര്യമുള്ളവർ ആദ്യമായി വായിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു ബുൾബുൾ തരംഗ്. അപ്പോൾ അങ്ങനെ 5ാം ക്ലാസ് തൊട്ട് വായിക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഏറ്റവും വലിയ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ട്രിങ് പ്ലസ് കീ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഒരു പരിമിതി വരെ, ഒരു ലിമിറ്റേഷൻ വരെ നമുക്ക് ക്ലാസിക്കൽ മ്യൂസിക്കിൽ പറയുന്ന മീണ്ട് അല്ലെങ്കിൽ ഗമക്കം എന്ന് പറയുന്നത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇൻസ്ട്രുമെൻറ്റിൽ ഇനിയും മാറ്റങ്ങൾ വരുത്താം. ഇടത് കൈ കൊണ്ട് മാത്രമേ ഇത് വായിക്കാൻ പറ്റുള്ളൂ. കൊച്ചിയിലെ ഏറ്റവും നന്നായി വായിക്കുന്ന ആൾ പുരുഷോത്തം കാമത്താണ്. ഏകദേശം ക്ലാസിക്കൽ മ്യൂസിക്, ക്ലാസിക്കൽ രാഗങ്ങളൊക്കെ നന്നായി വായിക്കും. ബുൾബുൾ ഉപകരണത്തെക്കുറിച്ച് സനു സത്യൻ തയ്യാറാക്കിയ ഡോക്യുമെന്ററി പ്രദർശനവും ചങ്ങമ്പുഴ പാർക്കിൽ നടന്നു. നിരവധി സിനിമാ ഗാനങ്ങളിലും ബുൾബുൾ തരംഗ് ഉപയോഗിച്ചിട്ടുണ്ട്. രാജ് കപൂറിൻ്റെ കാലം തൊട്ട് അക്ഷയ് കുമാറിൻ്റെയും ഇപ്പോൾ നമ്മുടെ ഏക് ദോ തീൻ എന്നൊക്കെ ഉള്ള പാട്ടൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ, തേസാബില, മാധുരി ദീക്ഷിത്. ആ കാലം വരെയൊക്കെ വളരെ പ്രോമിനൻ്റ് ആയിട്ടിരുന്നൊരു ഇൻസ്ട്രുമെൻ്റാണ്. ഈ ഇൻസ്ട്രുമെൻ്റ് തന്നെ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പല പല വെർഷൻസ് വരുന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളുമുള്ള ഈ കാലഘട്ടത്തിൽ ലൈവ് ഷോകളിലാണ് ഇനി ഈ ഉപകരണം ഉപയോഗിക്കാൻ സാധ്യതകളുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി. ഷൈനികം നായകനായ ഹാൾ സിനിമ ഹൈക്കോടതി ജഡ്ജി കണ്ടു. ജഡ്ജി, കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ, കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധികൾ തുടങ്ങിയവരാണ് സിനിമ കണ്ടത്. സിനിമ കണ്ടതിന് ശേഷം കോടതിയുടെ അഭിപ്രായം നീതിപൂർവമല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് സംവിധായകൻ പറഞ്ഞു. സിനിമയ്ക്ക് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചത്. കാക്കനാടുള്ള സ്റ്റുഡിയോയിൽ വെച്ചാണ് സിനിമയുടെ പ്രത്യേക പ്രദർശനം നടന്നത്. ഹൈക്കോടതി ജഡ്ജിയും സിനിമയുടെ അണിയറ പ്രവർത്തകരും കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധികളും സിനിമ കാണാനെത്തി. ജസ്റ്റിസ് VG അരുണാണ് സിനിമ കാണാനെത്തിയത്. സിനിമ കണ്ടതിന് ശേഷം കോടതിയുടെ അഭിപ്രായം നീതിപൂർവമാണെങ്കിൽ യോജിക്കുമെന്ന് സംവിധായകൻ റഫീഖ് വീര പറഞ്ഞു. സാമ്പത്തികമായും മാനസികമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടതായും സംവിധായകൻ വ്യക്തമാക്കി. ഇനിയുള്ള സിനിമകൾ സെൻസറിംഗ് പോകുന്നതിന് മുമ്പായി രാഷ്ട്രീയ നേതാക്കൾക്കും മതനേതാക്കൾക്കുമായി ഷോ നടത്തേണ്ടി വരുമെന്നും റഫീഖ് വീര കൂട്ടിച്ചേർത്തു. അതെ, ഇനി വരും സിനിമകളൊക്കെ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനും കൂടി അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഈ സെൻസർ ബോർഡ് ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി കാണട്ടെ. കോടതി കണ്ടിട്ട് കോടതിയുടെ അഭിപ്രായം വന്നതിന് ശേഷം ഞങ്ങൾ നീതിപൂർവമായ അഭിപ്രായമാണ് ഞങ്ങൾ യോജിക്കും, അല്ലെങ്കിൽ തുടർ നടപടികൾ ഞങ്ങൾ തീരുമാനിക്കുന്നതാണ്. സിനിമയിലെ ചില പ്രയോഗങ്ങൾ ഒഴിവാക്കണമെന്ന സെൻസർ ബോർഡ് നിർദ്ദേശത്തെ തുടർന്നാണ് അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചത്. സിനിമ മതസൗഹാർദ്ദം തകർക്കുന്നുവെന്നാരോപിച്ച് കത്തോലിക്ക കോൺഗ്രസും കേസിൽ കക്ഷി ചേർന്നിരുന്നു. തുടർന്നാണ് ഹൈക്കോടതി സിനിമ കാണാൻ തീരുമാനിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് തുടരുകയാണ്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും ബാംഗ്ലൂരിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിലുമാണ് SIT ഇന്നലെ പരിശോധന നടത്തിയത്. രണ്ടിടങ്ങളിലും ഇന്നും തെളിവെടുപ്പ് നടത്താനാണ് സാധ്യത.
ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ തെളിവെടുപ്പിൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു. ദ്വാരപാലക ശില്പത്തിലും കട്ടിളയിലും സ്വർണം പൊതിഞ്ഞതിന് സ്മാർട്ട് ക്രിയേഷൻസിന് 108 ഗ്രാം സ്വർണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയത്. ഈ സ്വർണവും പരിശോധിക്കുന്നുണ്ട്. ഇവിടങ്ങളിലെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം അന്വേഷണ സംഘം ഹൈദരാബാദിലേക്ക് തിരിക്കും. അതേസമയം ദേവസ്വം ബോർഡ് മുൻ ജീവനക്കാരിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തു. സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്നവരുടെയും മരാമത്ത് വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ മൊഴിയാണ് എടുത്തത്. മഹസറിൽ ഒപ്പുവെക്കുമ്പോൾ ബോർഡ് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ ആരൊക്കെ ഉണ്ടായിരുന്നുവെന്ന വിവരം തേടി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള ഉദ്യോഗസ്ഥരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. സൗദിയിലെ ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് ഇനി മുതൽ ഇ പാസ്പോർട്ടുകളിലെ ഔദ്യോഗിക വിതരണോദ്ഘാടനം റിയാദ് ഇന്ത്യൻ എംബസിയിലും ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിലും സംഘടിപ്പിച്ചു. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് മീറ്റിംഗ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അപേക്ഷകരായ 8 പേർക്കുള്ള ചിപ്പ് ഘടിപ്പിച്ച 36 പേജുള്ള ഡിജിറ്റൽ പാസ്പോർട്ടുകൾ നൽകിക്കൊണ്ട് ജിദ്ദ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് കൻസൂരി ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ കോൺസുൽ മുഹമ്മദ് ആഷിം, വൈസ് കോൺസുൽ സുനിൽ ചൗഹാൻ തുടങ്ങിയവരും പങ്കെടുത്തു. ഈ പാസ്പോർട്ടിന്റെ കാലാവധി 10 വർഷമാണ്. ഫീസിൽ മാറ്റമില്ല. 150-ലധികം രാജ്യങ്ങളിൽ ഈ പാസ്പോർട്ടുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഔദ്യോഗിക പാസ്പോർട്ട് സേവാ വെബ്സൈറ്റിൽ ഡിജിറ്റൽ പാസ്പോർട്ടുകൾക്കുള്ള അപേക്ഷ സമർപ്പിക്കാം. സുൽഫിഖ്റോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. ലോകത്തിലെ മുൻനിര വിമാന കമ്പനികളിലൊന്നായ എമിറേറ്റ്സ് 40 വർഷങ്ങൾ പൂർത്തിയാക്കി. 1985 ഒക്ടോബർ 25-നായിരുന്നു എമിറേറ്റ്സിന്റെ ആദ്യ യാത്ര. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എമിറേറ്റ്സ് എയർലൈൻസിനെ അഭിനന്ദിച്ചു. ആഗോളതലത്തിൽ തന്നെ വിമാന സർവീസ് മേഖലയിൽ മികവോടെ ഉയരത്തിൽ പറക്കുകയാണ് UAEയുടെ അഭിമാനം, ദുബായിയുടെ സ്വന്തം എമിറേറ്റ്സ് എയർലൈൻസ്. 1985 ഒക്ടോബർ 25-ന് സർവീസ് ആരംഭിച്ച എമിറേറ്റ്സ് 40ാം പിറന്നാൾ ആഘോഷിക്കുന്നു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദേശീയ അഭിമാനമെന്നാണ് എമിറേറ്റ്സിനുള്ള ആശംസാ സന്ദേശത്തിൽ വിശേഷിപ്പിച്ചത്. 40 വർഷം മുൻപ് മഹത്തായ നമ്മുടെ സ്വപ്നങ്ങളുമായി എമിറേറ്റ്സിന്റെ ആദ്യ വിമാനം ആകാശത്തേക്ക് പറന്നുയർന്നു. ലോകമെമ്പാടുമുള്ള 152 രാജ്യങ്ങളെ ദുബായുമായി ബന്ധിപ്പിക്കുന്ന എമിറേറ്റ്സ് നമ്മുടെ വികസന യാത്രയിലെ പ്രധാന ചാലകശക്തിയും രാജ്യത്തിന്റെ അഭിമാനവുമാണ്. ആശംസാ സന്ദേശത്തിൽ ഷെയ്ഖ് മുഹമ്മദ് കുറിച്ചു. എമിറേറ്റ്സിന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച ചെയർമാനും സിഇഒയുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സായിദ് അൽ മക്തൂമിനും 1 ലക്ഷത്തിലേറെ വരുന്ന ജീവനക്കാർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. $10 ദശലക്ഷം പ്രാരംഭ മുതൽ മുടക്കോടെയാണ് എമിറേറ്റ്സ് പ്രവർത്തനം ആരംഭിച്ചത്. 1985 ഒക്ടോബർ 25-ന് മുംബൈയിലേക്കും പാകിസ്ഥാനിലെ കറാച്ചിയിലേക്കുമായിരുന്നു ആദ്യ യാത്രകൾ. നിലവിൽ 85 രാജ്യങ്ങളിലെ വിവിധ നഗരങ്ങളിലേക്ക് എമിറേറ്റ്സ് സർവീസ് നടത്തുന്നുണ്ട്. അമൃത ന്യൂസ്, ദുബായ്.